കഴിഞ്ഞ ദിവസം ക്ലാസ്സിലെ ഒരു അധ്യാപകൻ ഒരു കുട്ടീനെ അത്യാവശ്യം നല്ല രീതിയിൽ തല്ലുന്ന വീഡിയോ നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടാവും. അതിന് എന്താ കാരണം എന്ന് പോലും അറിയാണ്ട് കുറേ പേര് ഇന്നും ആ അധ്യാപകനെ കുറ്റം പറഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, എനിവേ അതിനൊരു എക്സ്പ്ലനേഷനുമായിട്ട് ആ പുള്ളി വന്നിട്ടുണ്ട്. കാഴ്ച പരിമിതിയുള്ള അധ്യാപകനായിരുന്നു അദ്ദേഹം. അതിനോടൊപ്പം തന്നെ ആ ഒരു കുട്ടി ഇത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കൊച്ചി ഡെസ്കിന്റെ മുകളിൽ കയറി ഇരുന്നിട്ടായിരുന്നു ക്ലാസ് അറ്റൻഡ്. അതായത് ആ ക്ലാസ് എടുക്കുന്ന അധ്യാപകന് യാതൊരുവിധ റെസ്പെക്റ്റും കൊടുക്കാണ്ട് വളരെ കോമളി ആക്കിക്കൊണ്ടായിരുന്നു ആ ഒരു ക്ലാസ്സിൽ അത്രയും നേരം ആ ഒരു കുട്ടി ഉണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ ബാക്കിയുള്ള കുട്ടികൾ കാണുന്നുണ്ടാവുമായിരിക്കും. എനിവേ കാഴ്ച പരിമിതി ഉള്ള കാരണം തന്നെ പുള്ളി ശ്രദ്ധിച്ചിട്ടില്ല. വളരെ അൺഎക്സ്പെക്റ്റഡ് വേറെ അധ്യാപിക ക്ലാസ്സിലേക്ക് വരും. ആ അധ്യാപിക വഴി ഈ സാർ അറിയുകയാണ് ചെയ്തത്. അങ്ങനെയാണ് പുള്ളി പെട്ടെന്ന് തന്നെ പ്രകോപിതരാവുകയും പുള്ളി ആ ഒരു കൊച്ചിനെ നല്ല രീതിയിൽ തന്നെ തല്ലി കൊടുക്കുകയും ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ തല്ലി കൊടുക്കുന്ന പരിപാടി ആണോ അവൻ ചെയ്തു വെച്ച് ക്ലാസ് എടുക്കുമ്പോൾ സംസാരിക്കുന്ന പോയോ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുമ്പോൾ എന്തെങ്കിലും വർത്തമാനങ്ങൾ പറയുന്ന പോലെയാണോ ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഡെസ്കിൽ മുകളിൽ കയറിയിരിക്കുക എന്ന് പറയുന്നത്? അപ്പോൾ ആ ഒരു ക്ലാസ് എടുക്കുന്ന ആൾക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് എന്തായിരിക്കും അവൻ? സോ ഇതെന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെന്ന് പറഞ്ഞാൽ ഒരാളെ പൂർണ്ണമായിട്ടും കുറ്റപ്പെടുന്ന അല്ലെങ്കിൽ രണ്ടുപേരും ചെയ്ത ഭയങ്കര മാന്യമായ കാര്യങ്ങളാണെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അതാണ് പ്രകോപനത്തിനേറിയ കാരണം. അവൻ രണ്ട് തല്ലുകിടുന്ന പരിപാടി തന്നെയാണല്ലോ ചെയ്തു വെച്ചേക്കുന്നത്. എന്നാണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ അവൻ പോലീസിന്റെ അടി കൊണ്ട് ചാവുന്നതിനേക്കാളും അല്ലെങ്കിൽ നാട്ടുകാരെ കൈയൊടിച്ച് ചാവുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ 2-3 തല്ലും കേട്ടിട്ട് അവൻ നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ എന്ന്. അവൻ അലമ്പാനുള്ളവനാണെങ്കിൽ എന്ത് ചെയ്താലും അലമ്പോ. എന്നാലും ചിലപ്പോൾ ഈ ഒരു അടി കൊണ്ടൊക്കെ ചിലപ്പോൾ നേരെ പോകുന്ന കുറേ പേരൊന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരൊറ്റ അടി ചെറുപ്പത്തിലോ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ അവൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ അവൻ്റെ നാട്ടുകാരോ അല്ലെങ്കിൽ അവൻ്റെ പഠിപ്പിച്ചവരോ ആരെങ്കിലും തല്ല് കൊടുത്തിരുന്നുണ്ടെങ്കിൽ നാട്ടുകാർ കൈവെക്കാണ്ട് അല്ലാണ്ട് പോലീസുകാർ കൈവെക്കാണ്ട് കഴിച്ചിലാവപ്പെടാൻ സാധ്യതയുള്ളായിരുന്ന കുറേ പേര് ഇപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ കാണുന്നവരും ഉണ്ടാവായിരിക്കും. എനിവേ ആ കൂട്ടത്തിൽ ചിലപ്പോൾ അവൻ ആയി പോകണ്ടിരിക്കും. ചിലപ്പോൾ ഇത് ചിലപ്പോൾ സഹായിച്ചേക്കും. എന്നിരുന്നാലും ചാവാനുള്ളവനാണ്. ഒരു തരത്തിലും നന്നാവാനില്ലാത്തവനാണെന്നുണ്ടെങ്കിൽ നന്നാവാണ്ട് അങ്ങനെ തന്നെ പൊക്കോണ്ടിരിക്കും. എന്നാൽ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഇതാണ്. ഇനി നിങ്ങൾ കുറ്റം പറ, പുള്ളിനെ കുറ്റം പറയണോ അതേപോലെ തന്നെ ആ കുട്ടീനെ കുറ്റം പറയണോ എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ ഒരു സഹപാഠി 9ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ ഫോണും കൊണ്ട് വന്നിട്ടാണ് ഈ വീഡിയോ കൂടെ ഷൂട്ട് ചെയ്തതും കൂടെ ഓർക്കണം. അതും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. എന്താണെങ്കിലും നിങ്ങൾ കമന്റ് സെക്ഷനിലൂടെ നിങ്ങളുടെ അഭിപ്രായം പറ. ഓക്കെ, ബൈ.